मेरे भाइयों और बहनों, बिहार विधानसभा चुनाव को लेकर एक ऐसा खुलासा सामने आया है जो लोकतंत्र की जड़ें हिला देता है कि एक ही नंबर के दो ईवीएम सेट बिहार लाए गए। ബീഹാറിൽ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഒരേ നമ്പറിൽ രണ്ട് EVM മെഷീനുകൾ. ഒന്ന് ഫുൾ സെറ്റ് ചെയ്തത് സ്ട്രോങ് റൂമിൽ ഒളിപ്പിക്കുന്നു, അതേ നമ്പറിൽ മറ്റൊന്ന് ബൂത്തിലേക്ക് അയക്കുന്നു എന്ന ആരോപണമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂയിൽ നിന്ന് വോട്ട് ചെയ്ത് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ അതേ മെഷീൻ പോലും തുറക്കുന്നില്ലെന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇത് വെറും ക്രമക്കേടല്ല, ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ കൊലപാതകം. ജനങ്ങളുടെ വിശ്വാസത്തെ അരിഞ്ഞുകൊണ്ട് വോട്ടിന്റെ വിശുദ്ധിയെയും ജനാധിപത്യത്തിന്റെ അടിത്തറയെയും ഒരു കൂട്ടർ തകർത്ത് കളയുകയാണ്. ജനങ്ങൾ ചോദിക്കണം, വോട്ടെണ്ണലിൽ എണ്ണുന്നത് ആരുടെ വോട്ടാണ്? ജനങ്ങളുടേതോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രോഗ്രാം സെറ്റ് ചെയ്ത മെഷീന്റെ സ്ക്രിപ്റ്റോ? ഇങ്ങനെ നടക്കുമ്പോൾ ഏത് ജനാധിപത്യം, ഏത് തെരഞ്ഞെടുപ്പ്, ഏത് നീതി? ഭരണകൂടങ്ങൾക്ക് ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ ഗൗനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജനങ്ങൾ സർക്കാരിനെതിരെ എത്ര എതിരായാലും, എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ഇതുപോലത്തെ തെരഞ്ഞെടുപ്പ് നാടകത്തിൽ വിജയം അവർക്ക് ഉറപ്പാണ്. ഇനിയും ജനങ്ങൾ ഉണരാത്ത പക്ഷം വോട്ട് ഞങ്ങൾ ചെയ്യും, ഫലം അവർ എഴുതും. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വഞ്ചനയുടെ ഇത്ര വലിയ തെളിവ് കണ്ടിട്ടും നാം മിണ്ടാതെ നിൽക്കണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. मेरे भाइयों और बहनों, बिहार विधानसभा चुनाव को लेकर एक ऐसा खुलासा सामने आया है जो लोकतंत्र की जड़ें हिला देता है। सूत्रों के हवाले से जो बातें बाहर आ रही हैं, वह डराने वाली ही नहीं बल्कि लोकतंत्र के लिए सबसे बड़ा खतरा है। कहा जा रहा है कि एक ही नंबर के दो ईवीएम सेट बिहार लाए गए। एक ईवीएम सेट तो हमारे बूथों पर रखा गया जिस पर जनता ने भरोसा करके वोट डाला, लेकिन उसी नंबर का दूसरा ईवीएम सेट पहले से ही स्ट्रांग रूम में सुरक्षित रखा हुआ था। और असली खेल यही हुआ। वोटिंग खत्म होने के बाद स्ट्रांग रूम में वही पहले से रखा हुआ ईवीएम बदल दिया गया। काउंटिंग के बाद उस मशीन को तो खोला ही नहीं गया जिसमें जनता ने अपने वोट डाले थे, बल्कि वही ईवीएम खोला गया जो पहले से रखा हुआ था, जिसमें नतीजे पहले से सेट थे। सोचिए, यह सिर्फ धांधली नहीं, ये लोकतंत्र के साथ सबसे बड़ा धोखा है। ये जनता के भरोसे की हत्या है।